എല്ലാ കൊല്ലവും മുടങ്ങാതെ പോകുന്ന ഒന്നാണ് ചെമ്പൂത്ര മകച്ചു. ഇപ്രാവശ്യം നേരം വൈകിട്ടോ ചെന്നപ്പോ ഞാൻ ആദ്യം പോയിട്ട് പറവച്ചു. പിന്നെ ഞാനും കാർത്തും കൂടി ഇങ്ങോട്ട് നടന്നു. ആദ്യം അകലിൽ നിന്ന് കാണുന്ന വെച്ചാലും അമ്മാമ്മക്ക് ഞാനെ ഭയങ്കര പേടി. അമ്മക്ക് എന്താ ഞാനിങ്ങനെ കാര്യമായിട്ട് മേളം കണ്ടോണ്ടിരിക്കുമ്പോഴോ ഒരാളെ ശ്രദ്ധയിൽ പെട്ടത്. അമൽ ബ്രോയായിട്ട് ഞങ്ങൾ കുറെ ക്യാമറ വർക്കിന് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ മേളത്തേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് എന്റെ കൂട്ടുകാരൻ അതിത്തും കൂട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് മാറിയിട്ട് ബാക്കിൽ പോയി. അല്ലെങ്കിൽ ഈ മേളത്തിന്റെ അവസാനം കേൾക്കാൻ എന്ത് രസാന്നറിയും. അങ്ങനെ അവനോടും ബായി പറഞ്ഞു ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നിങ്ങൾ ഈ ഷോട്ട് കണ്ട എന്ത് രസല്ലേ. പിന്നെ ഞാനെല്ലാം എടുത്തേ തുമ്പന്റെ കയ്യിൽ ഇങ്ങനെ ലോക്കാക്കി പിടിച്ചത്. ഈ സാധനം കിട്ടാൻ വാശി പിടിച്ചു. ലാസ്റ്റ് എനിക്ക് മേടിച്ചു കൊടുക്കേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞത് ഓടിച്ച് ഇഷ്ടപ്പെടാണ്ട് അതിന്റെ കളർ തന്നെ മാറ്റിയാണ്. പിന്നെ അമ്മയ്ക്കൊരു ആഗ്രഹം മുല്ലപ്പൂ മേടിക്കണം. ഇവിടെ മുല്ലപ്പൂ വെക്കണവർക്കും പല പല റേറ്റ്. ചെറുതായിട്ട് ഞാൻ ഇവിടെ എത്തിപ്പിടിക്കുന്ന സമയത്ത് വൈകിയിരുന്നു. ബാൻഡ് സെറ്റിന്റെ കൂടെ കളിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഇവരൊക്കെ എൻജോയ് ചെയ്യണ ലെവലിൽ നമ്മൾ ചെന്നപ്പോ ഇമ്മട്ടിപ്പറമ്പിന്റെ ദേശത്ത് നിൽക്കുന്നത് നമ്മുടെ അക്കിക്കാവ് കാർത്തികേനാട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആനയും കൂടിയാണ്. അകലേന്ന് കണ്ടപ്പോ എനിക്ക് ആളെ മനസ്സിലായി. ഈ പേഴ്സ് എങ്ങനെയുണ്ട് ഇതെനിക്ക് അളിയെന്ന് എന്താ. ഞാൻ ഇതുവരെ ഉപയോഗിച്ച പേഴ്സ് മൊത്തം എനിക്ക് എന്റെ ചേച്ചി അളിയനും ഗിഫ്റ്റ് എന്താ. പരിപാടി കാണാൻ പറ്റുന്നില്ല. കാരണം അതുപോലൊരു വെയിൽ വെള്ളം അങ്ങോട്ട് ചോദിച്ചിട്ട് എടുത്താലോ. ഈ നട്ടപ്പുറ വെയിലെത്തി തിളച്ച ചായ കുടിക്കണം. അതെന്റെ ബുദ്ധിയില്ലട്ടോ. ദിവൻ ആളിത് വേഗം എത്തിയിട്ടുണ്ട്. ഞാനുള്ളത് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം വൈകിട്ടത്തെ പൂരം ചെറുതായിട്ട് ഉറങ്ങിയതാ. പൂരവും കഴിഞ്ഞ എല്ലാ ആനകൾ അവരായിട്ട് ദേശത്തേക്ക് എത്തുന്ന സമയത്താണ് ഞങ്ങൾ പോയി. ആകർഷം നീ കിടന്ന് ഉറങ്ങാണ്ടില്ല. അല്ലടെ എന്താ ചെയ്യാ ഉറങ്ങിട്ടൊക്കെ കുറെ നാളെ. അങ്ങനെ ഒരു കൊല്ലത്ത് കാത്തിരിപ്പാണ് സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് നഷ്ടപ്പെട്ട് കിട്ടി. പൂരപ്പറമ്പിൽ ചെന്നപ്പോഴത്തേ കുറച്ച് ആൾക്കാരും ലേറ്റ് ഇട്ടൊരു അമ്പലവും അതിന്റെ വിഷമത്തിൽ അപ്പുറത്ത് എന്തോ കാർണിവല് നടക്കണമെന്നുകൊണ്ട് അങ്ങോട്ട് പോയി. പോണ വഴിക്ക് കണ്ടത് നല്ല വെറൈറ്റി. എന്നപ്പോ തന്നെ ഈ സാധനം എന്റെ പൊന്നോ ഒരു തവണ കയറിയത്. ഈ ആൾക്കാരൊക്കെ പേടിച്ചോളിനാണ് എന്ത് രസല്ലേ. ഡാടാടാടാ നീ ചെറുതായിട്ട് സൈക്കോ ആയിട്ട് വേണ്ടിട്ടോ. ഈ മരത്തിന്റെ മുകളിലേക്ക് പോകുമ്പോ എന്റെ മനസ്സിൽ പല പല ചിന്ത വന്നു. ഞാൻ പറയണില്ല എന്നിട്ട് വേണം നിങ്ങൾക്ക് എന്നെ ശരിക്കും സൈക്കോ എന്ന് വിളിക്കാം. അങ്ങനെ പൂരം കാണാൻ പോയിട്ട് രണ്ട് ചൈന പൊട്ടൊന്നും കണ്ട് 60 രൂപ വെറുതെ കളഞ്ഞിട്ട് ഈ സാധനം മേടിച്ച് കുറച്ച് നേരം ശിങ്കാരി മേളം കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരും. നിങ്ങൾക്ക് ചെമ്പൂത്ര പൂരം കാണിച്ചാണെന്ന് എന്റെ ആശയം പൊളിച്ചു. അപ്പൊ ബൈ ഫ്രം ഞാൻ തന്നെ.